തമ്പി സാറിന് എന്ത് സംഭവിച്ചു എന്നാ ശിവജിയുടെ നിഗമനം? കുറെ അന്വേഷണമൊക്കെ നടത്തിയാണല്ലോ. ഞാൻ ചോദിച്ചിട്ട് മേം സാർ, തമ്പി സാബ് അന്ന് കുറെ പണം കാറി വെച്ചോണ്ട് പോയില്ലേ? എന്റെ അറിവിലില്ല. അത്യാവശ്യത്തിനുള്ള പണം മാത്രമേ അദ്ദേഹം കൊണ്ടുപോയിരുന്നുള്ളൂ. ഉണ്ട്. മാഡം, ഒരു അഡ്വക്കേറ്റ് കാണാൻ വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റോ? അങ്ങനെയാ പറഞ്ഞത്. ആരെ കാണാന്? മാഡത്തിനെ കാണാനെന്നാ പറഞ്ഞേ. വരാൻ പറയടൂ. ശരി. ഏത് അഡ്വക്കേറ്റാ? അതാ എനിക്കും മനസ്സിലാവാത്തത്. വരട്ടെ, ചോദിക്കാലോ. മേ കം ഇൻ? കയറി പോന്നുള്ളൂ. നിങ്ങളാരാ? ഞാൻ അഡ്വക്കേറ്റാണ്. നമ്മൾ തമ്മിൽ പരിചയമില്ല. പരിചയപ്പെടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഞങ്ങളെ കൊണ്ടുണ്ടെങ്കിൽ പറയുക. ഞാൻ സത്യം പറഞ്ഞ അവരുടെ അഡ്വക്കേറ്റാണ്, ജയശീലിൻ്റെയും ദേവരാജിൻ്റെയും. ഇയാളെന്താ രഹസ്യം പിടിക്കാൻ ഇറങ്ങിയാണോ? അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഞാനൊരു കോംപ്രമൈസിന് വന്നതാ. എന്ത് കോംപ്രമൈസ്? ജയശീലനും ദേവരാജനും ചെയ്തത് മഹാമോശമായി പോയെന്ന് അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. നരേന്ദ്രൻ തമ്പിയുടെ വകയിലുള്ള സ്വത്ത് 4 ഭാഗിച്ചെടുക്കാം. ഒരു വീതം അമ്മയ്ക്ക്, ഒരു വീതം ജയശീലന്, ഒരെണ്ണം ദേവന്, ഒരു വിഹിതം അമ്മുവിനോടുക്കാം. അതാവുമ്പോൾ തമ്മി തർക്കവും വേണ്ട, വഴക്കും വേണ്ട. എന്ത് പറയുന്നു മേം സാബ്? 5 പൈസയുടെ മുതൽ അവർക്ക് ആർക്കും കൊടുക്കരുത്. അർഹതയില്ലാത്ത സ്വത്ത് എനിക്കും വേണ്ട. പറഞ്ഞാട്ടല്ലോ. അവരെന്നോട് ഇവിടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിക്ക്. അവർക്ക് വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത താനല്ലേ? വിൽപത്രം, പാർട്ണർഷിപ്പ് ഡീഡ്, പിന്നെന്തൊക്കെയാടോ? ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ രക്ഷപ്പെട്ടു പോയാലോ? ഏയ് വേണ്ട ശിവജി, പോയിക്കോട്ടെ. കോംപ്രമൈസ്. ഇനി ഇങ്ങനെ പല അഭ്യാസങ്ങളുമായിട്ട് വരും, കരുതിയിരുന്നോണം.
എന്നെ? ജ്ഞാപകമരിക്ക എന്ന് തമിഴിൽ ചോദിക്കണം. എന്നാലേ ശരിയായ അർത്ഥവും വെയിറ്റും കിട്ടൂ. എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ എങ്ങോ വെച്ച് കണ്ട വിദൂര പരിചയം തോന്നുന്നുണ്ട്. എന്റെ പേര് സദാനന്ദ ഷെട്ടി. സദാനന്ദ ഷെട്ടി, കൽപ്പനയുടെ ചേച്ചിയുടെ ഭർത്താവ്. വന്ദനയുടെ അല്ലേ? അപ്പോൾ മറന്നിട്ടില്ല. ദേഹമാസകലം അടിച്ചൊടിച്ചിട്ടും തലയ്ക്ക് കാര്യമായ കേടില്ല. ഉഗ്ര വിഷമുള്ള പാമ്പിനെ തല്ലുമ്പോ ആദ്യം തലയ്ക്കടിക്കണമെന്നുള്ള കാര്യം അവൻ മറന്നുപോയി. ആര് മറന്നു? യതി. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അവൻ നിന്നോട് സ്വന്തം പേര് പറഞ്ഞിരുന്നു. കൊല്ലുന്നവന് ജയിച്ചതിൻ്റെതായ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അതവനെ കൊണ്ട് പറയരുതാത്തത് കൂടി പറയിപ്പിക്കും. ചാവുന്നവനെല്ലാം അറിഞ്ഞുകൊണ്ട് മരിച്ചോട്ടെ എന്നുള്ള കാരുണ്യം കൊണ്ടൊന്നുമല്ല, ചത്തവന്റെ നെഞ്ചിലേക്ക് ഒരു കത്തി കൂടി കുത്തിക്കയറ്റുന്നതിന്റെ രസം. ആ രസത്തിൽ പറഞ്ഞു പോയതാവൻ സ്വന്തം പേരും കൊല്ലിച്ചവന്റെ പേരും. അങ്ങ് ദൂരെ പത്തനംതിട്ടയിൽ നീ പണ്ടേ ചത്തുകഴിഞ്ഞു. നിന്റെ ശവം കുഴിച്ചിട്ടു. ശേഷക്രിയകളും നടത്തി. നീ മൺമറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അതിനർത്ഥം. അറിയാമോ? തല്ലാം, അടിച്ചു നിലംപരിശാക്കാം, എല്ലുകളൊക്കെ വീണ്ടും മുടിക്കാം, ജീവനോടെ കുഴിച്ചിടാം, മാന്തിയെടുത്ത് തലവെട്ടിക്കളയാം. കേസില്ല, വഴക്കില്ല, കോടതിയില്ല, വിചാരണയില്ല, ശിക്ഷയില്ല, ഒന്നുമില്ല. ചോദിക്കാനും പറയാനും ആരുമില്ല. എന്താ കാരണം? നീ മരിച്ചവനാ. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വിഷയം? എന്താണെന്നോ? ഞാനുള്ളത് കൊണ്ട് നീ ഇപ്പോ ജീവനോടെ ഇരിക്കുന്നു. യതി എന്ന വാടക കൊലയാളി കമ്പി കൊണ്ടും കല്ലുകൊണ്ടും അടിച്ചും ഇടിച്ചും തകർത്ത കൈകാലുകൾ ഞാനിപ്പോൾ ചികിത്സിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണെന്നാണ് ഞാൻ ചോദിച്ചേ. നമുക്കിടയിൽ യാതൊരു പ്രശ്നമില്ലല്ലോ. നമ്മൾ ഒരുമിച്ചൊരു ബിസിനസ്സും ചെയ്തിട്ടില്ലല്ലോ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു ബിസിനസ് ചെയ്യണം. എനിക്ക് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാ നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നീ ഇപ്പോ വെറും അസ്ഥികൾ മാത്രമായനെ. എന്ത് ബിസിനസ്? തമ്പി, ആദ്യം സുഖപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയട്ടെ. അപ്പോൾ ഞാൻ പറയാം എന്ത് ബിസിനസ് ആണെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യാൻ തയ്യാറല്ലെങ്കിലോ? ഇവിടെന്ന് നീ ജീവനോടെ പുറത്തു പോകില്ല തമ്പി. നീ മരിച്ചവനാണെന്നുള്ള വിവരം മറക്കരുത്. ഭൂമിക്കടിയിലാണ് നിന്റെ സ്ഥാനം. നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം ഞാൻ മാത്രമാണെന്നുള്ളത് നീ മറക്കരുത്. ഞാൻ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു പെട്ടു? ഇതേതാ സ്ഥലം? എല്ലാം പറയാം, സമയം വരട്ടെ.
നീ ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്ക്. വൈദ്യൻ അയാളുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അധികം വൈകാതെ നിനക്ക് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചേക്കും. നമുക്ക് വീണ്ടും കാണാം. സദാനന്ദ ഷെട്ടി. നാട്ടിലെന്റെ വേണ്ട. നീ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ തൽക്കാലം നാടും വീടുമൊക്കെ നീ മറന്നേക്ക്. സദാനന്ദ ഷെട്ടിയുടെ തടവുകാരനാണ് നീ. നിനക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമില്ല. പറയേണ്ടതൊക്കെ ഞാൻ വേണ്ട സമയത്ത് പറയും. മനസ്സിലായോ? ഹലോ. നിങ്ങൾ എവിടെയാ വിക്രമ? എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? ഞാൻ ഉടനെ എത്തും. പെട്ടെന്ന് വാ. നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുവന്നേ? അവന്റെ ഓഡിയോ ഓഫ് ചെയ്തൊക്കെ ചോദിച്ചു. നീയൊക്കെ ഇങ്ങനെയല്ലടാ ആളുകളെ കിഡ്നാപ്പ് ചെയ്യുന്നത്. നീ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചു നോക്ക്.
നോക്കടാ വിക്രമോ, നമുക്കല്പം സംസാരിക്കാനുണ്ട്. ഓടാനുള്ള വഴിയാണോടാ നോക്കുന്നത്? നിന്റെ എല്ലാ വഴികളും ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഓടാൻ ശ്രമിക്കുന്നെങ്കിൽ അതിനർത്ഥം ഇവന് നമ്മളോട് സഹകരിക്കാൻ തീരെ താല്പര്യമുള്ളെന്നല്ലേ? എങ്കിൽ ഇവന് നമുക്ക് ആദ്യം താല്പര്യം ഉണ്ടാക്കിയെടുക്കാം. വേണ്ട, ജീവിതത്തിൽ ഒരിക്കലും നീ ഇനി എഴുന്നേറ്റ് നിൽക്കരുത്. നമ്മൾ ഇനി ഇവനൊരു അവസരം കൊടുക്കണം. വേണ്ട, ഈ കൈകൊണ്ടല്ലേ ഇവൻ കൊലപാതകം വരെയുള്ള ദ്രോഹ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലേ ഇവന് തല്ലാനും കൊല്ലാനും ഒക്കെ തോന്നുന്നത്. ശരിയാ, കയ്യിലെയും കാലിലെയും അസ്ഥിയൊക്കെ നുറുങ്ങിക്കഴിഞ്ഞാ പിന്നെ ഈ തോന്നലൊക്കെ മാറും. നമുക്കിവന് ഒരവസരം കൂടി കൊടുക്കാം ശിവജി. നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ശരിയായ ഉത്തരം പറഞ്ഞ തൽക്കാലം നമുക്കിവന് വെറുതെ വിടാം. ചോദിക്കുന്നതിനൊക്കെ സത്യസന്ധമായിട്ട് മറുപടി പറയൂടാ. ഒറ്റ ചാൻസ്, ഒരു തവണ മാത്രം. അപ്പോ ശരി വിക്രമ, നമുക്ക് തുടങ്ങാം. എന്താടാ ഇവിടെ ഒരു കുഴപ്പം പറ്റിയ ഹരീഷേ? നീ കാര്യം പറ. നമ്മുടെ വിക്രമനെ കാണുന്നില്ല. കാണുന്നില്ലേ? ഇന്നലെ രാത്രി ഞാൻ അവനെ കണ്ടതാണല്ലോ. അതല്ല ഹരീഷേ, ഞങ്ങൾ കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ അവൻ ബൈക്ക് വന്നുകൊണ്ടിരിക്കുന്നെന്നാ പറഞ്ഞത്. ഇപ്പൊ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. എടാ, അത് ചിലപ്പോ ഫോണിന്റെ ബാറ്ററിയോ മറ്റോ തീർന്നുകൊണ്ടായിരിക്കും. അതിന് ഇത്ര വെപ്രാളപ്പെടാൻ തിരിക്കുന്നു. സമയം കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് ഞങ്ങൾ വിക്രമൻ വന്ന വഴിയെ കുറച്ചു ദൂരം പോയി നോക്കി. അവൻ വന്ന ബൈക്ക് റോഡരികിൽ ഇരിപ്പുണ്ട്. അവിടെ അവന്റെ ബൈക്കിന്റെ ചാവിയും പാൻ മസാലയുടെ 2 കവറും കിടപ്പുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? വല്ല ആക്സിഡന്റ് പറ്റിയാണോ? എങ്കിൽ ആരെങ്കിലും വിക്രമനെ ഹോസ്പിറ്റലായി കാണും. ആക്സിഡന്റ് നടന്നാൽ ആ കാര്യം ആരെങ്കിലും അറിയിക്കാതിരിക്കുമോ ഹരീഷേ? നീ ആരോടെങ്കിലും അന്വേഷിച്ചോ? ആ പ്രദേശത്തെങ്ങും ഒറ്റ മനുഷ്യരില്ല. ആക്സിഡന്റ് നടന്നാണെങ്കിൽ ഇടിച്ച വാഹനമോ പൊട്ടിയ ചില്ലോ ചോരപ്പാടോ അങ്ങനെ എന്തെങ്കിലും അടയാളം അവിടെ കാണില്ലേ? സംഭവം അറിഞ്ഞാൽ പോലീസോ നാട്ടുകാരോ അവിടെ എത്താതിരിക്കുമോ? പിന്നെ എന്ത് പറ്റിയ നാടോ താൻ പറയുന്നത്? വിക്രമൻ നിന്ന എളുപ്പം ആവിയായി പോയോ? അവനെ ആരോ തട്ടിക്കൊണ്ടുപോയതാ ഹരീഷേ.